ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോറിൻ്റെ കൂടെയും ദോശൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഒരു 20ഓളം ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഉള്ളി മുഴുവനും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ചമ്മന്തിക്ക്. എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ നേരത്തെ അരിഞ്ഞു വെച്ച ചെറിയുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് ഇളക്കി കൊടുത്ത് ഉള്ളി ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഉള്ളി ഇതുപോലെ വാടി വന്നതിന് ശേഷം 7 അല്ലി വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളിയും കൂടെ ചേർത്തതിന് ശേഷം ഇതുപോലെ ഇളക്കി ഒന്നും കൂടെ ഒന്ന് വാട്ടിയെടുക്കുക. വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഇതുപോലെ വാട്ടിയതിനു ശേഷം എരിവിന് ആവശ്യമായിട്ടുള്ള 5 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് തന്നെ വീണ്ടും തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. മുളകിൻ്റെ എണ്ണ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കുക. മുളകും കറിവേപ്പിലൊക്കെ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കാം. ഇനി ഇത് ചെറുതായിട്ട് ചൂടാറി വന്നതിന് ശേഷം അരച്ചെടുക്കാം. ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് മാറ്റുകയാണ്. ഇതിലേക്ക് കുറച്ച് പുളി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുരുവൊക്കെ കളഞ്ഞിട്ടുള്ള പുളിയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് അരച്ചെടുക്കണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഈ ഒരു രീതിക്കായാൽ മതി. ഈ ഒരു സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിച്ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.